ചെന്താമരയുമായുള്ള പോലീസ് വാഹനം പോത്തുണ്ടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രതിയുമായുള്ള തെളിവെടുപ്പ് ഉടൻ നടത്തും. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് സ്ഥലത്ത് നിന്ന്. പ്രസാദ്, പ്രതിയുമായുള്ള പോലീസ് വാഹനം അവിടെ എത്തിയല്ലോ, ഒരുക്കങ്ങളെല്ലാം പൂർണ്ണം. എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അരുണ്യ, ഇപ്പോൾ നാടിനെ നടുക്കിയ ഒരു ഇരട്ട കൊലപാതകത്തിലെ പ്രതി ചെന്താമരയെ കൊലപാതകം നടന്ന ബോയം കോളനിയിൽ, പോത്തുണ്ടി ബോയം കോളനിയിൽ എത്തിച്ചിരിക്കുകയാണ്. കനത്ത സുരക്ഷയിലാണ് പോലീസ് ഈ പ്രതിയെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഈ നാട്ടിൽ ഈ കോളനിയിലുള്ള ആളുകൾ ഈ പ്രതിയെ കാണാൻ ഇതിന്റെ തൊട്ടടുത്ത്, തെളിവെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ആശങ്കപ്പെട്ടതുപോലെ വലിയൊരു ആൾക്കൂട്ടം ഇവിടെ ഇല്ല എന്നുള്ളത് ആശ്വാസം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് 400 പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പി ആണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അതോടൊപ്പം തന്നെ ചിറ്റൂർ ഡിവൈഎസ്പി, ആലത്തൂർ CI എന്നിവരെല്ലാം ഇതിൽ ഈ പ്രതിയുമായി വരുന്നു. ഇപ്പോൾ പ്രതിയെ ഈ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരികയാണ്. ജനുവരി 27 രാവിലെ 10 മണിക്കാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതിൽ സുധാകരനെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ സ്കൂട്ടറിൽ പുറത്തിറങ്ങിയ സുധാകരനെ ഇയാൾ കൊടുവാള് കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. സുധാകരന്റെ ഹെൽമറ്റ് തെറിച്ചു പോയിട്ടും ഇയാൾ ക്രൂരമായി വെട്ടി. മകന്റെ കരച്ചിൽ കേട്ടതിന് ശേഷവും ഓടി വന്ന അമ്മ ലക്ഷ്മിയെയും ഇയാൾ വെട്ടി. 12 വെട്ടുകളാണ് സുധാകരന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 12 വെട്ടുകൾ അമ്മ ലക്ഷ്മിയുടെ ശരീരത്തിലും 6 വെട്ടുകൾ സുധാകരന്റെ ശരീരത്തിലുമാണ് ഉണ്ടായത്. അത്രത്തോളം മായ രീതിയിലായിരുന്നു ആ കൊലപാതകം നടന്നത്. ഇതിന്റെ ഒരു കാരണമായി പറയുന്നത് ചെന്താമരയുടെ ഭാര്യയും മകളും വേർപിരിയാനുണ്ടായ ഒരു കാരണം ഇതിൽ സംഭവമാണ് എന്ന് വെച്ച് ചെന്താമരയുമായുള്ള പോലീസ് തെളിവെടുപ്പ് തുടങ്ങാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ചെന്താമരയുമായി പോലീസ് സംഘം പോത്തുണ്ടിയിൽ എത്തിയത്. പോത്തുണ്ടിയിലെ ബോയിൻ കോളനിയിൽ, ഈ ഇരട്ട കൊലപാതകം നടന്ന കോളനിയിൽ ഈ സുധാകരന്റെയും കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെയും വീട്ടിൽ അടക്കം പോലീസ് തെളിവെടുപ്പ് നടത്തും. സംഘർഷ സാഹചര്യം അല്ലെങ്കിൽ ജനരോഷമെല്ലാം കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹമാണ് അവിടെ വിന്യസിച്ചിട്ടുള്ളത്. ഏതാണ്ട് 400ഓളം പോലീസുകാരെ അവിടെ സുരക്ഷയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. ചെന്താമരയെ കോടതിയിൽ നിന്ന് ഇറക്കുന്ന സമയം മുതൽ വഴിയിൽ പലയിടത്തും ആളുകൾ ഇയാളെ കാണാൻ കാത്തു നിന്നിരുന്നു. പക്ഷേ ഒരു വലിയൊരു ജനരോഷമുള്ള സാഹചര്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നാട്ടുകാരിൽ ചിലർ മാത്രമാണ് അവിടെ സംഭവ സ്ഥലത്തുള്ളത്. കനത്ത സുരക്ഷയാണ് ഈ ഘട്ടത്തിലും പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഏതാനും സമയം മുമ്പാണ് ചെന്താമരയെ ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വൈകുന്നേരം 3 മണി വരെ കസ്റ്റഡിയിൽ വിട്ടത്. ചെന്താമരയുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ഏതായാലും ഒരു നാട്ടുകാരൊക്കെ ഈ പ്രതിയെ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ജനരോഷമോ ഒരു സംഘർഷ സാധ്യതയൊന്നും നിലവിൽ ഏതായാലും ഇല്ല. പക്ഷേ കനത്ത സുരക്ഷ തന്നെ പോലീസ് ഒരുക്കിയിട്ടുമുണ്ട്. എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അരുണ്യ, അത് തന്നെയാണ്, വലിയ സുരക്ഷ തന്നെയാണ്. പോലീസ് പ്രതിക്ക് ചുറ്റും വളഞ്ഞു നിന്നുകൊണ്ടാണ് ഇവിടെ പ്രതിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. കൊലപാതകമടക്കം ഇവിടെ നടന്നത്, അത് ഏത് രീതിയിലാണ് നിർവഹിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കാട്ടിക്കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കുള്ളത്. പക്ഷേ ഈ ഒരു അപകട സാഹചര്യം നിലവിലില്ല, അല്ലെങ്കിൽ ആശങ്കപ്പെട്ട പോലെ ഒരു വലിയ പ്രതിഷേധ സാഹചര്യം ഇല്ലെങ്കിൽ പോലും പക്ഷെ കനത്ത കാവലും സുരക്ഷയും ഒരുക്കി തന്നെയാണ് പോലീസ് കാര്യങ്ങൾ നടത്തുന്നത്. കസ്റ്റഡി കാലാവധി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഈ ചെന്താമരയുടെ വീടിന് മുന്നിൽ നിന്നും പ്രതിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ഉദ്യോഗസ്ഥർ. അവിടെ നിന്നും ഇവിടെ തൊട്ടടുത്ത ഒരു 3 മീറ്റർ മാത്രം ദൂരത്തിലുള്ള സ്ഥലത്താണ് ഈ പ്രതി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ഒക്കെ വെട്ടി വീഴ്ത്തിയത്. അതിന് മുന്നോടിയായി ഏത് നിലയിലാണ് കാര്യങ്ങൾ നിർവഹിച്ചത് എന്നുള്ള കാര്യം, കൃത്യം നിർവഹിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രതി സമയത്തെ നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുമായി പോലീസ് തെളിവെടുപ്പിനെത്തിയിരിക്കുകയാണ്. പോലീസ് സംഘം ചെന്താമരയ്ക്ക് ചുറ്റും വളഞ്ഞു നിന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഇയാൾ ഓരോ കാര്യങ്ങളും പോലീസിനോട് കൈ ചൂണ്ടിയടക്കം കത്തി കണ്ട് വണ്ടി ആട്ടം
അപ്പോൾ അമ്മയോട് അതാണ് പടി ഈ പടി കടത്തി കിടക്കുന്നത്. അതുകൊണ്ട് നേരെ പോയ മാസം റൗണ്ട്